യെസ്, ഇനി ക്രിസ്മസ് എക്സാമിന് ആകെയുള്ള ദിവസം 20 ദിവസം. സത്യം കറക്റ്റായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങളൊരു കാര്യം കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും പഠിച്ചു തുടങ്ങിയോ? അങ്ങനെയെങ്കിൽ എത്ര ചാപ്റ്റർ എത്ര സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞു? ഇനി ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും പഠിക്കാൻ മൂടും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മുന്നിൽ ഞാനൊരു കഥ പറഞ്ഞുതരാം. ഞാൻ ഒരൊറ്റ കാര്യമാണ് പഠിക്കാനുള്ള മൈൻഡ് വരുത്താൻ വേണ്ടി ചെയ്ത ഒരൊറ്റ കാര്യം. അതായത് എനിക്ക് പഠിക്കാൻ മൂടില്ലാത്ത സമയം എൻ്റെ ഉപ്പാനെ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് പറയും, എത്ര കാലം ഈ പാവം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓടും. ഞാൻ എപ്പോഴൊക്കെ പല വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫാദർ എന്ത് ചെയ്താണ്, ഫിഷർമാൻ ആണ്, അത് മുക്കുവാനാണ്. അപ്പോൾ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും? ഈ ഒരു കാര്യം ആലോചന വരുമ്പോൾ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേറെ സമൂഹത്തിൽ നിന്ന് ഒരാളും വരാനില്ല. വേറെ നമ്മുടെ കൂടെ നിൽക്കുന്ന കസിൻസോ അവരാരും നമ്മളെ രക്ഷപ്പെടുത്താനില്ല. നമ്മളെ വേണമെങ്കിൽ സഹായിക്കും, പക്ഷെ അത് സഹതാപത്തിൻ്റെ കണ്ണിലൂടെ ഇങ്ങനെ സഹായിച്ച് എത്ര കാലം നമ്മൾ അത് മുന്നോട്ട് പോകും? ഇത് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ പുസ്തകങ്ങൾ താനെ അടഞ്ഞു പോകുന്ന കണ്ണുകൾ താനെ ഉണരും. ഉറക്കത്തിലേക്ക് വീണു പോകുന്ന ആ കണ്ണുകൾ താനെ ഉണരും. എന്നിട്ട് പുസ്തകം എടുക്കും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ട ആളാണെങ്കിൽ, കുടുംബത്തിലെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നത് നിങ്ങളിലൂടെയാണെങ്കിൽ, കുടുംബത്തിന്റെ ആ ദാരിദ്ര്യത്തിലെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയുന്ന ഒരാൾ നിങ്ങളാണെങ്കിൽ, ഇത് കേട്ടോളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പഠിക്കാനുള്ള ഹാബിറ്റ്. സാറേ, എങ്ങനെ ഈ പഠിക്കാനുള്ള ഹാബിറ്റ് ഉണ്ടാക്കും? ഞാൻ വലുതായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അതായത് 3 ദിവസം ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് എന്ന് മുതലാണോ അന്നേക്ക് 3 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു സമയം സെറ്റ് ചെയ്തിട്ട് ആ സമയത്ത് പഠിക്കാൻ. ഫസ്റ്റ് ഒന്നും പഠിക്കാൻ തോന്നില്ല, കാരണം പുസ്തകം എടുത്ത് ഇങ്ങനെ തുറന്നിരുന്ന് വെറുതെ എന്തെങ്കിലും ആലോചിച്ചിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. 3 ദിവസം അങ്ങനെ ചെയ്യും. 4ാമത്തെ ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ മൈൻഡ് മടിയാണെങ്കിൽ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇനി വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആലോചിക്കട, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആ 2 വ്യക്തികളില്ലേ, അതായത് ആരെന്ന് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയില്ലടാ. അവരെത്ര സപ്പോർട്ട് ചെയ്യില്ലെങ്കിലും ഈ ടീനേജ് പ്രായത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനായിരിക്കാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോ, എടാ, നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ, നിങ്ങളെ കിടന്നുറങ്ങാൻ വേണ്ടി നിങ്ങൾ രാത്രിയും പകലും നന്നായിട്ട് കിടന്നുറങ്ങുമ്പോൾ ആ സമയത്ത് വെയിൽ കൊണ്ട് നിങ്ങളുടെ വയറ് കാലിയാവാതിരിക്കാൻ വേണ്ടി പട്ടിണി കിടന്നിട്ടാണെങ്കിൽ പണിയെടുക്കുന്ന ഒരു ആളെ നിങ്ങൾ മറക്കരുത്. ആ ആളെ നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴെങ്കിലും ഹൃദയത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ കണ്ണിൽ മായാതെ ആ ഒരു ഫേസ്, അതായത് അച്ഛൻ്റെ മുഖം ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. സാറേ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മക്കൾ, അതിന് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട്, അതായത് 25-ാം തീയതി കൃത്യം 7 മണിക്ക് ചൊവ്വാഴ്ച നമ്മളൊരു സ്റ്റഡി പ്ലാൻ വെക്കുന്നുണ്ട്. ഈ ചാനൽ തന്നെയാണ്. നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ലൈവ് ലിങ്ക്, അതായത് കമന്റ് ബോക്സിൽ ലൈവ് ലിങ്ക് ഉണ്ട്, അതായത് അപ്കമിങ് നാളേക്ക് വരുന്ന ലൈവ് ലിങ്ക് ഉണ്ട്, ചൊവ്വാഴ്ച നടക്കുന്ന ലൈവിന്റെ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതൊന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. മാക്സിമം ഫ്രണ്ട്സിന്, അതായത് നിങ്ങളെപ്പോലെ തന്നെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ, അതിലൂടെ നമ്മൾ എന്തായിരിക്കും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി. ഇപ്പൊ നമ്മൾ ഹാബിറ്റ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞുതരില്ല, വലിയ കാര്യങ്ങളൊന്നും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പ്രവണത എനിക്കില്ല. ഞാൻ സാധാരണക്കാരെന്താ ചെയ്യാൻ പറ്റുന്നത്, ഒരു സാധാരണ കുട്ടി, ഒന്നും പഠിക്കാത്ത കുട്ടിയാവട്ടെ, എല്ലതും പഠിച്ച കുട്ടിയാവട്ടെ, കുറച്ചെങ്കിലും പഠിച്ച കുട്ടിയാവട്ടെ, ഇവർക്ക് 3 പേർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ സ്റ്റഡി ടിപ്സുകൾ, മോട്ടിവേഷനുകൾ, സ്റ്റഡി പ്ലാനുകൾ, എത്ര മണിക്ക് എണീക്കാം, എങ്ങനെ എണീക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള സെറ്റ് സാധനം കൊണ്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ആ ലൈവിൽ കയറിയിട്ട്, അപ്കമിങ് ലൈവിൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഒരു 5 സുഹൃത്തുക്കളെങ്കിൽ ഇതൊന്ന് അയച്ചു കൊടുക്കുക. സെറ്റാക്കും നമ്മൾ. അപ്പൊ മറക്കണ്ട മക്കളെ, ചൊവ്വാഴ്ച 25-ാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ +1-ന്റെ സ്റ്റഡി പ്ലാനുമായിട്ട് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മോട്ടിവേഷനുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കും. ഈ 20 ദിവസം നിങ്ങൾ എങ്ങനെ സെറ്റാക്കാം, എങ്ങനെ സെറ്റ് ആവും എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കാൻ പോകണം. ഓക്കെ അല്ലേ മക്കളെ? സെറ്റാക്കും നമ്മൾ.